الحمد لله الحمد لله رب العالمين الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا وصلى الله على محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى من اهتدى بهديه واستنى بسنته وسار على نهجه إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. പെരുന്നാൾ ദിവസം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ്. എന്നാൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വകയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ളവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ, ബിൽഡിങ്ങുകൾക്കിടയിൽ ടെന്റുകൾ വലിച്ചു കെട്ടി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു സന്തോഷിക്കാൻ പോലും വകുപ്പില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഫലസ്തീനിൽ, ഇറാനിൽ, ലബനാനിൽ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞുകൂടുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു പെരുന്നാൾ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഇസ്ലാമിന്റെ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണത്. അത് സന്തോഷമുള്ളവന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുകയും ദുഃഖമുള്ളവന്റെ ദുഃഖത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിലെ ആഘോഷം. കാരണം നമ്മൾ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ്, ആവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത. അവന്റെ സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ. ഈ പ്രപഞ്ചവും അതിലുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ അറിവില്ലാതെ, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും ഭൂമിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയവൻ അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ. ഭൂമിയിൽ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അള്ളാഹുവിന്റെ അറിവില്ലാതെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല. അത്രക്ക് എല്ലാം അറിയുന്ന സർവശക്തനായ റബ്ബാണ് ഇത് സൃഷ്ടിച്ച് സംവിധാനിച്ചത്. ആ റബ്ബിന്റെ തീരുമാനമാണ് ഈ പരീക്ഷണങ്ങളെല്ലാം എന്ന് ബോധമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ ദുഃഖങ്ങൾക്കും ആശ്വാസമുണ്ടാകും. കാരണം അള്ളാഹു അവനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായ അറിവുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ക്ഷമയോടുകൂടി, സമചിത്തതയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ.
എന്തെന്ത് പരീക്ഷണം ഉണ്ടാകുമ്പോഴും. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു ബോംബ് വീണ് വീട് തകർന്നടിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, അങ്ങനെയാണല്ലോ ലോകത്ത് പലരും ഉള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളതെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ശാന്തിയും സമാധാനവും നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവുമാണ്. അള്ളാഹു നമുക്ക് അവനെ കുറിച്ച് അറിയിച്ചത് എന്ത്? ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അന്നാ യകൂനു ലഹു വലദുൻ, അവനെങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാവുക? വലം തകുൽ ലഹു സാഹിബ, അവന് സാഹിബത്തില്ല, കൂട്ടുകാരികളില്ല. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനത്ര നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടാവ്. ഫഅബ്ദുഹു, അവന് കീഴൊതുങ്ങിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക, അവന് നിങ്ങൾ ഇബാദത്ത് എടുക്കുക. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യം അവന്റെ അടുക്കലാകുന്നു. അപ്പൊ സകല പ്രപഞ്ചവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അറിയുന്ന റബ്ബിന്റെ അറിവോടുകൂടി തീരുമാനത്തോടു കൂടിയാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതെന്നും ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ അള്ളാഹുവിന്റെ അതിമഹത്തായ യുക്തിയുണ്ട് എന്നും അതിൽ എനിക്ക് സന്തോഷമുണ്ട്, അത് സന്തോഷത്തോടുകൂടി സമചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ഞാൻ നേരിട്ടാൽ അള്ളാഹു എനിക്ക് മഹത്തായ പ്രതിഫലവും ഔന്നത്യവുമാണ് കണക്കാക്കിയത് എന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്ന വിശ്വാസികളായ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകനാണ്. അതിനേക്കാൾ വലിയൊരു പരീക്ഷണം ഒരു മനുഷ്യന് വരാനില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഭൗതിക ലോകത്ത് അവന്റെ ജീവൻ പോവുക എന്നതാണല്ലോ, പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അതിനേക്കാൾ വലിയ പരീക്ഷണമില്ല. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും പ്രവാചകന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്, അവർക്കതിനെ നേരിടാൻ സാധിച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള വിശ്വാസമാണ്, അവന്റെ നടപടിക്രമങ്ങളിലെ ഹിക്മത്തിനെ കുറിച്ചുള്ള യുക്തിയെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ഒരു ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, കൂടിച്ചേർന്നുണ്ടായ നുത്ഫത്തിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നബ്തലീഹി, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഭൗതിക ലോകത്ത് പരീക്ഷണങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. ചെറുതോ വലുതോ ആയ പരീക്ഷണങ്ങൾ നേരിടാത്ത ഒരൊറ്റ മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അതാണ് നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ടോ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പരീക്ഷണത്തെ ക്ഷമയോടെ സഹനത്തോടു കൂടി നേരിടുന്ന ആളെ അള്ളാഹു സഹായിക്കുകയും അവന് വിജയം നൽകുകയും ഇഹലോകത്തും പരലോകത്തും അത്യുന്നതമായ സ്ഥാനവും കീർത്തിയും നൽകുകയും ചെയ്യും. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമുക്കൊക്കെ നേരിടേണ്ടി വന്നേക്കാം. രോഗം കൊണ്ടുള്ള പരീക്ഷണം പലരും നമ്മുടെ കൂട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ കൂട്ടത്തിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതി കാരണം ഗൾഫിലെ പ്രവാസികളായിരുന്നവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം കിട്ടാത്തവരുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഭക്ഷണത്തിന് സാധനങ്ങൾക്കൊക്കെ ധാരാളം ഇരട്ടിയായി വില കൊടുക്കേണ്ടി വരുന്ന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ. ഇതൊക്കെ പുറമെ പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാവുന്ന പരീക്ഷണങ്ങൾ, അവരിൽ നിന്നുണ്ടാവുന്ന ഭീഷണികൾ, ഇതൊക്കെയും നമ്മുടെ ഈമാനിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി അള്ളാഹുവിന് ഇത്തരം പരീക്ഷണങ്ങളുടെ ഒക്കെ പിന്നിൽ അതിമഹത്തായ യുക്തി ഉണ്ടാകുമെന്ന ബോധത്തോടു കൂടി നേരിടുമ്പോ അതിനെയൊക്കെ അതിജയിക്കാൻ, ഈ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ചുകൊണ്ട് റബ്ബിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തിരിച്ചു പോവാൻ സാധിക്കണമെന്ന സന്ദേശമാണ് ബലിപെരുന്നാളിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കുടുംബത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം. നോക്കൂ നിങ്ങൾ, ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാര്, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് പരീക്ഷണം നേരിട്ടത് എന്തിന്റെ പേരിലാണ്?
ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് ഏകനാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് അത് വിശ്വസിക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്തതിന്റെ പേരിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ പരീക്ഷണം കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടതും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരു മുസ്ലിം എന്ന സ്വത്വത്തിന്റെ പേരിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു അമുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ആഭ്യന്തരമന്ത്രിയാവുന്നതിനോ മുഖ്യമന്ത്രിയാവുന്നതിനോ ആർക്കും വിമർശനമില്ല. നേരെ മറിച്ച് അതൊരു മുസ്ലിം ആണെങ്കിലോ അത് വല്ലാത്ത അങ്കലാപ്പാണ്, വല്ലാത്ത പ്രയാസമാണ്. അപ്പൊ ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ടാണ് വിശ്വാസികൾ ഇന്നും കഴിഞ്ഞ കാലങ്ങളിലും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വമാ നഖമൂ മിൻഹും, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. നമ്മൾ ആരും രാജ്യദ്രോഹികളല്ല. ഈ രാജ്യത്തിന് ഉപദ്രവകരമായതൊന്നും നമ്മൾ ആരും ചെയ്യാറുമില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാരും ഒരു സമൂഹത്തെ ഉപദ്രവിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരാരും ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഉപദ്രവകരമായ ഒന്നും ചെയ്തിട്ടില്ല. വമാ നഖമൂ മിൻഹും, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. എന്താണ് അവർ ചെയ്ത കുറ്റം? ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ പ്രതാപവാനായ റബ്ബിൽ വിശ്വസിച്ചു എന്ന കുറ്റം മാത്രമാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തപ്പെടുന്നത്, ദേശസ്നേഹം തെളിയിക്കേണ്ടി വരുന്നത്. അവിടെയൊക്കെ സമചിത്തതയോടുകൂടി സഹനത്തോടുകൂടി ആ പരീക്ഷണത്തെ നേരിടുകയും നമ്മുടെ ഈമാൻ ഒരിക്കലും തെറ്റിപ്പോവാതെ ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ അത് വിശ്വസിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ബാധ്യതയാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. റബ്ബ് നമ്മോട് പറയാണ്, വജാഹിദു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യണം. ഹഖ്ക ജിഹാദിഹി, ചെയ്യേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിർവഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുക. അതാണ് ഹഖ്ക ജിഹാദ്. ഹുവജ്തബാകും, നിങ്ങളെയാണ് അവൻ തെരഞ്ഞെടുത്തത്. റബ്ബ് പറയാണ്, എന്നോടും നിങ്ങളോടും പറയാണ്, ഹുവജ്തബാകും, അവന്റെ അനുയായികളാവാൻ റബ്ബ് തെരഞ്ഞെടുത്തത് എന്നെയും നിങ്ങളെയുമാണ്. അതാണ് ഹുവജ്തബാകും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങൾക്ക് ദീനിൽ ഒരു പ്രയാസം ഉണ്ടാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താകുന്നു, മാർഗമാകുന്നു ഇത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, ഈ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് റബ്ബ് പേര് വെച്ചിരിക്കുന്നത് മുസ്ലിം എന്നാകുന്നു, അല്ലാഹുവിന് കീഴൊതുങ്ങിയവൻ എന്നാകുന്നു. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയാണ്. വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകായോഗ്യരായ സാക്ഷികളാവുകയും ചെയ്യണം. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. നിർവഹിക്കുക, നൽകുക. അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷാധികാരി. എത്ര അനുഗ്രഹീതനായ രക്ഷാധികാരിയാണ്, എത്ര അനുഗ്രഹീതനായ സഹായിയാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൈയൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇഹലോക വിജയമില്ല, പരലോകത്ത് വിജയമില്ല. അതുകൊണ്ട് ബലിപെരുന്നാൾ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, എന്തെന്ത് പരീക്ഷണ ഘട്ടം വന്നാലും റബ്ബിനെ മുറുകെ പിടിക്കുകയല്ലാതെ ഒരിക്കലും ഈമാനിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന പരീക്ഷണമാണ്. അത് റബ്ബിനോടുള്ള ബാധ്യതയാണ്. രണ്ടാമത്തത് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കണം എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യവും അവസാനവുമായി കൊണ്ട് ഒരൊറ്റ ഹജ്ജ് മാത്രമേ നിർവഹിച്ചുള്ളൂ. അവിടെ ഹജ്ജ
ഹജ്ജത്തുൽ വദാഇൽ, ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ, നിങ്ങൾ കേൾക്കണം, ഖൗലി, എന്റെ വാക്ക്, ഫഇന്നി ലാ അദ്രി ലഅല്ലി മാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയില്ല എന്ന് വന്നേക്കാം. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും, പവിത്രമാണ് നിങ്ങളുടെ മേൽ, കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ പവിത്രമായ ദിവസം പോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ പവിത്രമായ മാസം പോലെ, വഫീ ബലദിക്കും ഹാദാ, ഈ പവിത്രമായ മക്ക രാജ്യം പോലെ നിങ്ങളുടെ അഭിമാനവും രക്തവും സമ്പത്തും ഒക്കെ പവിത്രമാണ്. ഒരാളും ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല, ഒരാളും ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. മുസ്ലിം ആയിരുന്നാലും ശരി, അമുസ്ലിം ആയിരുന്നാലും ശരി, എല്ലാ മനുഷ്യരും റബ്ബിന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ഒരു റബ്ബിന്റെ സൃഷ്ടികളായ നിങ്ങൾ കഴിഞ്ഞുകൂടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരേ ഒരു റബ്ബാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഒക്കെ പിതാവ് ഒരൊറ്റ പിതാവാണ്, ആദം നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഒരു അനറബിക്ക് ഒരു അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. വലൽ അഹ്മറ അലൽ അസ്വദ്, ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു കറുത്തവനും വെളുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വാ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കല്ലാതെ മറ്റൊരു നിലക്കും വെളുപ്പിനോ കറുപ്പിനോ ഭാഷക്കോ ദേശത്തിനോ മതത്തിനോ ജാതിക്കോ ഒന്നും ഒരു ശ്രേഷ്ഠതയുമില്ല, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഏക റബ്ബിന്റെ സൃഷ്ടികളാണ് എല്ലാ ജാതി മതസ്ഥരും എന്ന വിശ്വാസത്തോടുകൂടി ബോധത്തോടുകൂടി ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ, ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടുത്താതെ, ഒരാളെയും ഉപദ്രവിക്കാതെ, എല്ലാവർക്കും കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് സ്നേഹത്തോടുകൂടി സഹകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, റബ്ബേ, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട്, നിങ്ങളെ ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാകും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ പരസ്പരം ആഭിജാത്യം നടിക്കാനും വലിപ്പത്തരം നടിക്കാനും വേണ്ടിയല്ല. നിങ്ങൾ എല്ലാവരും ഒരു റബ്ബിന്റെ സൃഷ്ടികളാണ്. റബ്ബ് നിങ്ങളെ കറുത്തവരായി സൃഷ്ടിച്ചിരിക്കുന്നു, വെളുത്തവരായി സൃഷ്ടിച്ചിരിക്കുന്നു, വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത പ്രദേശങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ റബ്ബിന്റെ അടിമകളാണ് എന്ന ബോധത്തോടുകൂടി പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കണം എന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്, അധികാരം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമൂഹത്തെ എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ പരസ്പരം അകറ്റാൻ സാധിക്കുമോ, ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഓരോ പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും വിഭാഗങ്ങളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാദേശിക തലം മുതൽ ഹിന്ദുവിന് ചായ കുടിക്കാൻ ഹിന്ദുവിന്റെ കട, മുസ്ലിമിന് ചായ കുടിക്കാൻ മുസ്ലിമിന്റെ കട എന്നുള്ള നിലക്ക് വേർതിരിവുണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. അവിടെ ഹിന്ദുവിന്റെ ചായക്കടയിൽ തന്നെ നമ്മൾ കയറണം, ഹിന്ദുവിന്റെ കടയിൽ തന്നെ കയറണം. ഒരു വിഭാഗീയതക്കും ഒരു വർഗീയതക്കും ഇസ്ലാം യാതൊരു സ്ഥാനവും നൽകിയിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ അധികാരം ലക്ഷ്യം വെച്ചുകൊണ്ട്, അധികാരം മുമ്പിൽ കണ്ടുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഹിന്ദുവിനെ വേറെയും ക്രിസ്ത്യാനിയെ വേറെയും ആക്കിത്തിരിക്കാൻ വേണ്ടി ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തേണ്ടത് മനുഷ്യ സാഹോദര്യം വിളംബരം ചെയ്യുന്ന ഇസ്ലാമിന്റെ അനുയായികളായ നമ്മളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും എതിരായിക്കൊണ്ട് മനുഷ്യ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളായിരിക്കണം പെരുന്നാളിനടക്കം നമ്മുടെ അടുക്കൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഭിന്നിപ്പിക്കുന്നത്, പരസ്പരം വെറുപ്പും ശത്രുതയും ഉണ്ടാക്കി തീർക്കുന്നത് പിശാചിന്റെ പണിയാണ്, പിശാചിന്റെ അനുയായികളുടെ പണിയാണ്. മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാക്കുകയാണ് പ്രവാചകന്മാർ ചെയ്തിട്ടുള്ള പണി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ
നമുക്ക് ജീവിതത്തിൽ എന്നെന്നും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രൂപത്തിലായിരിക്കണം പെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ടത്. ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുകയും ആ ശബ്ദം കേട്ട് ആനന്ദിക്കുകയും ആ ശബ്ദം അവസാനിക്കുമ്പോൾ സന്തോഷം അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലല്ല നമ്മുടെ പെരുന്നാൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രോഗികളെ സന്ദർശിക്കുക, പ്രായമുള്ളവരെ സന്ദർശിക്കുക. എന്നെ സന്ദർശിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കരുതി വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു കൂടുന്ന ഉമ്മമാരും ഉപ്പമാരും വല്യാപ്പമാരും വല്യമ്മമാരും രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവരെ സന്ദർശിക്കുക. അങ്ങനെ എന്നെന്നും മനസ്സിന് സന്തോഷം നൽകുന്ന, നമ്മുടെ മീസാനിൽ വലതുഭാഗം കനം തൂങ്ങുന്ന സാലിഹായ അമലുകളായിക്കൊണ്ട് പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുക. ഒരിക്കലും അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരിക്കലും അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത രൂപത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കരുത്. അത് നമുക്ക് ഇഹലോകത്ത് നാശമാണ്, പരലോകത്ത് നാശമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവുക. എല്ലാ നിലക്കും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുക. ഏത് രംഗത്ത് റബ്ബിന്റെ വിധിവിലക്കുകൾ നമ്മൾ അവഗണിക്കുന്നുവോ ആ രംഗത്ത് ഭൗതിക ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു വലിയ പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ ബഹുദൂരം അകന്നത് കൊണ്ടായിരിക്കാം. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നാൽ ശത്രുക്കളെ കൊണ്ടുള്ള നാശം അവർക്ക് ഉണ്ടാക്കുമെന്നത് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുക. എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഭൗതിക ലോകത്ത് ഇസ്സത്ത് നൽകും, നാളെ പരലോകത്ത് അത്യുന്നതമായ ജീവിത വിജയം നൽകും. ആ നിലക്ക് ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും തെറ്റുകളും നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങൾ ഏവരെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. കഠിനമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ. റഹ്മാനായ നാഥ, അവരുടെ പരീക്ഷണത്തെ നീ നീക്കി കൊടുക്കുകയും അവരുടെ രോഗത്തിന് നീ ശമനം നൽകുകയും അവർക്ക് ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നൽകുകയും ചെയ്യണം റഹ്മാനെ. നാഥ, ജോലി സംബന്ധമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, നാഥ, എല്ലാ പരീക്ഷണങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കാൻ ആവശ്യമായ കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളുടെ പരീക്ഷണത്തെ നിന്നിലേക്ക് വിനയപ്പെട്ട് ഞങ്ങൾ അടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പരീക്ഷണത്തെ നീ നീക്കി തരുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ അവരിപ്പോൾ ബർസഖി ജീവിതത്തിലാണ്. റഹ്മാനായ റബ്ബേ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, നരക ശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, നിന്റെ നാമം അത്യുച്ചത്തിൽ ഉച്ചരിക്കാനും പറയാനും ഞങ്ങൾക്ക് ഇവിടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും ആവശ്യമായ രൂപത്തിൽ ഈ പള്ളി സംവിധാനിച്ചു തന്ന, ഇതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങൾ നിർമ്മിച്ചു തന്ന, അതിന് പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി അധ്വാനങ്ങൾ ചെലവഴിച്ച മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. അവർക്ക് ഇഹലോകത്തും പരലോകത്തും നീ അത്യുന്നതമായ സ്ഥാനവും വിജയവും നൽകണ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾ, അവര് ഈ പ്രദേശത്തെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നട്ടെല്ലായി പ്രവർത്തിക്കാവുന്ന രൂപത്തിൽ അവർക്ക് നീ ഇസ്സത്ത് നൽകണ റഹ്മാനെ. ഈ പ്രദേശത്തിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ യോഗ്യരാക്കണേ റഹ്മാനെ. ഈ ഒരു പ്രദേശത്തുള്ള യുവതി യുവാക്കളെ നാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന രൂപത്തിൽ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാൻ പോലും സാധിക്കാത്ത കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നാഥ, അവർക്ക് നീ ശാന്തി ചൊരിയണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അവർക്ക് നീ വിജയം നൽകണ റബ്ബേ, അവർക്ക് നീ സമാധാനം നൽകണ റഹ്മാനെ. ലോകത്ത് നീ ശാന്തി നിലനിർത്തി തരണ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലും എല്ലാ ജാതി മതസ്ഥർക്കും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തരണ റഹ്മാനെ. ഞങ്ങൾക്ക് ഏവർക്കും നീ ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നൽകണ റഹ്മാനെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിൽ നിന്ന് റഹ്മത്തും ബർക്കത്തും ചൊരിയണ റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا
لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.